ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമുക്ക് വിഷുവിനെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. നെയ്യില്ലാത്ത ഇങ്ങനെ ഒറ്റ കഷ്ണമായിട്ട് നമുക്ക് തിന്നാൻ പറ്റും. അടിപൊളി സാധനം. അപ്പോൾ 1 കിലോ പോർക്കാണ് ഞാൻ മേടിച്ചിട്ട് അത് കഷ്ണങ്ങളാക്കാതെ വെറുതെ കുക്കറിലിട്ട് കഴുകിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. 2 വിസിലിട്ടാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചൂടാറുമ്പോൾ നമുക്ക് മാറ്റി നുറുക്കി വെക്കണം. ഇതിലേക്ക് ഇടാനുള്ള മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കാം. ചട്ടി ചൂടായ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിട്ടത്. അതൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ പാകത്തിന് പോർക്ക് നുറുക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ചുമന്നുള്ളി, ഒരു പിടി ചുമന്നുള്ളിയാണ്, അല്ലെങ്കിൽ സബോള ആയാലും മതിയിട്ടാ. അത് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒരു തുണ്ടിട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചാച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ വറുത്ത മസാലയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തിരുമ്പിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അടച്ച് വീണ്ടും 2 വിസിലേ വേണ്ടു കേട്ടോ. അപ്പോൾ മൊത്തം 4 വിസിൽ. അപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അതിലേക്ക് നാളികേരം, ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, അതാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തത്. അത് നമ്മൾ ഒന്ന് നല്ല ഈ പരുവത്തിൽ വറുത്ത് കോരണം. ആ ചട്ടിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അടുത്ത സബോള മസാല കൂട്ടാളത് വഴറ്റി. പിന്നെ ഒരു 5 പച്ചമുളക്, ഒരു തക്കാളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഇതുകൂടി ചതച്ച് നന്നായി വഴറ്റിയെടുത്തു. അതിലേക്ക് നമ്മുടെ ഈ പോർക്ക് വേവിച്ചത് ഇട്ട് കൊടുത്തു. അതിൽ നെയ്യില്ല, കണ്ടില്ലേ? നമ്മൾ ആ വറുത്ത മസാല മിക്സിയിൽ പൊടിക്കുക, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, കറിവേപ്പില, ഇതും കൂടി നന്നായി ഇളക്കുമ്പോൾ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തോളൂ. അപ്പം നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി. പിന്നെ ഒറ്റ കഷ്ണമായിട്ട് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയൊന്ന് വെച്ച് കഴിച്ചു നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. ഇങ്ങനെ വെച്ചാൽ നെയ്യ് ഉണ്ടാവില്ല. നുറുക്കാതെ വേവിക്കുക, എന്നിട്ട് ഇതുപോലെ വെച്ച് നോക്കൂ.